വെറുതെ വീട്ടിലൊന്ന് ഞായറാഴ്ചയല്ലേ, നേരെ നെട്ടടാൻ വഴി തൃപ്പരപ്പ് പോകാമെന്നുള്ളൊരു ചിന്തയിൽ നേരെ ചൂടൊക്കെ അല്ലേ, അടിപൊളിയായിട്ടൊരു കുളിയും കുളിച്ച് വരാമെന്ന് വിചാരിച്ച് നേരെ നെട്ടടാൻ വഴി നേരെ തൃപ്പരപ്പിലോട്ടുള്ള യാത്രയാണ്. നേരെ നമ്മളിതാ ബോർഡർ കടന്നു, നേരെ നമ്മുടെ അമ്മച്ചിക്കട, ഫേമസ് ആയിട്ടുള്ള അമ്മച്ചിക്കടയിലെത്തി. അമ്മച്ചിയുടെ പുതിയ കടയാണ്. ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരെല്ലാം അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കണ്ടത് നെട്ട ഡാമിൻ്റെ റിസർവ് ഏരിയയാണ്. നല്ല രസമാണ്. ഈ റിസർവ് ഏരിയയുടെ സൈഡിൽ കൂടെയുള്ള ഈ റോഡ്, ഇത് നേരെ പോയി കയറുന്നത് തൃപ്പരപ്പ്, തമിഴ്നാട്ടിലാണ്. ഇപ്പം നമ്മൾ തമിഴ്നാട് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര ഭംഗിയാണ്. നേരെ നമ്മൾ തൃപ്പരപ്പെത്തി. നേരെ തൃപ്പരപ്പിൻ്റെ മുകളിലത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടമല്ല, ഈ വെള്ളമാണ് നേരെ തൃപ്പരപ്പിലോട്ട് വരുന്നത്. അവിടെ വന്നു ഒരു കുളിയും കുളിച്ചു. തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി കാഴ്ച. ഈ ആനയുടെ മുകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് അവിടെ ഓരോ ആൾക്കാർ. കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു. ഒരു കുഞ്ഞു വാവ അതിൻ്റെ ഒരു ആനയുടെ മുകളിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ കണ്ട് ഇപ്പുറ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഒരു ആന ഇങ്ങനെ നീരാടുകയാണ്. അടിപൊളി കുളിയാണ്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അനങ്ങാതെ കിടക്കുന്ന കണ്ടില്ലേ, കാണുമ്പോഴത്തേക്കും എന്ത് രസമെന്നറിയോ. അതൊക്കെ കണ്ട് എന്താ പറയുക, നോക്കി വന്നപ്പോഴത്തേക്കുമാണ് ഒരു കൊതി. വെള്ളച്ചാട്ടത്തിൽ നമ്മൾ കുളിച്ചില്ലല്ലോ തൃപ്പരപ്പ് വന്നിട്ട്. അങ്ങനെ നേരെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഇവിടുന്ന് നടന്ന് നേരെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു 10 രൂപ ടിക്കറ്റും എടുത്ത് നേരെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് വീണ്ടും അടുത്ത കുട്ടി ആനയുടെ മുകളിൽ കയറണമെന്ന് വാശി പിടിച്ചോണ്ടിരിക്കുന്നത്. അടിപൊളിയായി. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴും നല്ല രസമുണ്ട്. അത് ആ കുഞ്ഞും കൂടെ അതിൻ്റെ മുകളിൽ കയറി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു കുറേ നേരം നോക്കിക്കൊണ്ടുവന്നു. ഏകദേശം ഒരു 10 മണിക്കൂർ നമ്മൾ ഈ എന്താ പറയുക, ഈ ആനയുടെ കളിയും ഈ ആന കുളിക്കുന്നത് നോക്കിക്കൊണ്ടു നേരെ മെയിൻ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ വന്നു. അവിടെ പോയപ്പോഴാണ് ഏറ്റവും വലിയ കോമഡി. കുറച്ച് വെള്ളമുണ്ട്, വേനൽക്കാലമല്ലേ, വെള്ളം കുറവാണ്. കുറച്ച് വെള്ളമുണ്ട്, 1000 പേരുണ്ട് കുളിക്കാനായിട്ട്. പിന്നെ വന്ന സ്ഥിതിക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അവിടെ പോയി തല നനച്ചു. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഒരു അടിപൊളി ചായയും പൊട്ടറ്റോ ഒരു സംഭവം, കേരളത്തിലൊന്നും ഇവിടെ കിട്ടാത്തൊരു സാധനമാണ് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം, അതും കഴിച്ചു. നേരെ നെട്ട ഡാമിൻ്റെ റിസർവ് ഏരിയയിൽ കൂടെ തിരിച്ച് വീട്ടിലേക്ക്.